റെസിപ്പി ചിക്കൻ നഗറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് ആണ്. ഒന്നെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും മതി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ള ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ട്രേ എടുക്കാം. അപ്പോൾ ആ ട്രേയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ട്രേയിലിട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കയ്യിലും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നീളത്തിൽ പരത്തിയിട്ട് നമുക്ക് ഇതിനെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിലും വിലങ്ങിലും ഇതുപോലെ ലൈൻസ് ആക്കി കൊടുക്കാം. അതിന് ശേഷം ഓരോ സ്ക്വയർ പീസസ് ആക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട എടുത്ത് ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഒന്നെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കാം, അല്ലെങ്കിൽ റസ്ക് പൊടി എടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സ്ക്വയർ പീസസ് ഇതുപോലെ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിത് കുറച്ചും കൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പെപ്പർ പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഓരോ പീസസും ഡിപ്പ് ചെയ്തെടുക്കാം. 1-2 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഓയിൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് മാത്രമേ ഓയിൽ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്